ണെന്ന് വളരെ എവിഡന്റ് ആണ്. കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എന്റെ മാത്രമാണ് ഇതിന്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെ അങ്ങനെ ഒരു ഇത് എടുത്തില്ല. മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇതാണ് ബൈലോ പ്രകാരം 23ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ഒരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിന്റ്മെന്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഇത് തീർത്തും മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ്. അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഖോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായിസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. 2 സ്ത്രീകളാണ് ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ 2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല. കാര്യം എന്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോ 9 സിനിമകൾ എന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എന്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷന്റെ രജിസ്റ്റേർഡ് ആണ് എന്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ള ഒരു അനീതിയാണ് ഈ കാണിക്കുന്നത്. ഈ മറ്റുള്ളവരാരെങ്കിലും സ്വാഭാവികമായിട്ടും മറ്റുള്ള ആരെങ്കിലും തടസ്സവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർ തന്നെ ആ ഒരു വിഷയം ഓണാക്കുന്നതാണ് കണ്ടത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിന്റെ അർത്ഥം റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ അതിൽ നിന്ന്. മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എലിജിബിലിറ്റി ഇല്ല. അദ്ദേഹം കാണാൻ പോലും നിന്നില്ല. വേറൊരാളുടെയും ഇത്രയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എന്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത്. അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചത്. വേറെ ആർക്കും അങ്ങനെ ഒരു ഇതാണ്. അതിന്റെ അർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചതും. തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കാമെന്ന് തോന്നുന്നല്ലേ? അത് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം? എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രസിഡന്റായിട്ട് തന്നെ മത്സരിക്കാനാണ് എന്റെ തീരുമാനം. പ്രസിഡന്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ. അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ. അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച്, ഭരണാധികാരിയെ വെച്ച് ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായ തെളിവാണല്ലോ 25 വർഷമായ ഒരാൾ ഇരിക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു ഭരണാധികാരിയെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കോടതിയെ സമീപിച്ച് ചെയ്യുമ്പോൾ അതിനൊരു കാലതാമസമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും അതിനൊരു സർട്ടിഫിക്കറ്റ് പറയുന്നതാണ്. അതിലേക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്. അതിൽ എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ മത്സരിക്കും. അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും. മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ചു പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്. എന്താണ് ഇവിടെ കണ്ട് ഇപ്പൊ സുരേഷ് കുമാറും സിയാദ് ഖോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായിസവും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടാണ്. ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത്. ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല. എനിക്ക് വേറെ വഴിയില്ലല്ലോ. എനിക്ക് കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമല്ലേ വഴിയുള്ളൂ. കാരണം ഇവിടെ ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെച്ചേക്കുന്നത് പോലും അവര് തന്നെ വെച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് അവിടെ നീതി കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ നീതി കിട്ടാത്തടത്ത് എനിക്ക് കോടതിയെ സമീപിക്കാനേ വഴിയുള്ളൂ. പിന്നെ ഇലക്ഷൻ പ്രോസസ് ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അതെല്ലാം ഇനി കോടതിയുടെ ഒരു 100% മെറിറ്റ് ഉള്ള ഒരു കേസാണ് എന്റേത്. ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ 3-ൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. എന്റെ പേരിൽ 9 സിനിമകളോളം സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ബൈലോ പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും, ഞാനിപ്പോ ഒരു റെഗുലർ മെമ്പറാണ്, ആ
ഏതൊരു റെഗുലർ മെമ്പറിനും 3 സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മത്സരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ 2 സിനിമയാണ് അംഗീകരിക്കുന്നത്. സന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഇറങ്ങിയ 2 സിനിമകൾ മാത്രമാണ് രേഖാമൂലം ഇവിടെ ഉള്ളതെന്നാണ് അവർ പറയുന്നത്, ഭരണാധികാരി പറയുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം അത് ഇവർ അംഗീകരിക്കാതിരുന്നതുകൊണ്ട് അതൊന്നും മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ, ആട് എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ. വിജയബാബു വാങ്ങി എന്നാണ് ഒരിക്കലും സെൻസർ സർട്ടിഫിക്കറ്റ് എഴുതിയ ആളുടെ ഞാൻ ഇനി ആ ആളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. സെൻസർ സർട്ടിഫിക്കറ്റ് ഒരു ഒറിജിനൽ സിനിമ ആരുടെ പേരിലാണോ അത് അവരുടെ പേരിൽ തന്നെയാണ്. പിന്നീട് ആർക്കും മാറ്റാൻ പറ്റില്ല. അതെ, മെമ്പർഷിപ്പിന് വേണ്ടി ബാനറാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. കാര്യം ഒരു സിനിമ ചെയ്ത ആളെ നേരത്തെ നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കാണും, ഭരണാധികാരി പറഞ്ഞു ഒരു സിനിമ ചെയ്ത ആൾക്ക് ഇവിടെ അസോസിയേഷനിൽ മെമ്പർ ആവാം. പക്ഷേ കഴിഞ്ഞ മുമ്പത്തെ വർഷം സാന്ദ്ര തോമസ് എന്താണെങ്കിലും പത്രിക തള്ളിയതിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ്. ഈ സാഹചര്യം വേദനാജനകമെന്ന് പറയുന്നു. റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ്. ഇക്കാര്യങ്ങളൊക്കെ ഈ കോക്കസിനുള്ളിലാണ് മലയാള സിനിമ എന്നവർ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ നിയമപരമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എക്സിക്യൂട്ടീവിലേക്കും എന്താണെങ്കിലും മത്സരിക്കും എന്നും അവർ പറഞ്ഞു വെക്കുകയാണ്.